ടോപ്പിക് ഡോട്ട് കൺവെൻഷൻ ഇൻ കപ്പിൾഡ് കോയിൽസ് ആണ്. To determine the relative polarity of induced voltages in mutually coupled coils, we are using the dot convention. അപ്പോൾ ഡോട്ട് കൺവെൻഷൻ യൂസ് ചെയ്യുന്നത് മ്യൂച്വലി കപ്പിൾഡ് കോയിൽസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജസിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ആണ് നമ്മൾ മെയിനായിട്ട് പൊളാരിറ്റി ചെക്ക് ചെയ്യേണ്ടത്, പ്ലസ് ആണോ മൈനസ് ആണോ. അതിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ കോയിൽസിൻ്റെ ടെർമിനൽസിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡോട്ട്സ് മാർക്ക് ചെയ്യും. അപ്പോൾ ആ ഡോട്ട്സിലേക്ക് വരുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. സോ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് കോയിൽസിലും അല്ലെങ്കിൽ ഓരോ ഈച്ച് കോയിൽസിൻ്റെ ഇപ്പോൾ 2 കോയിൽസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഈച്ച് കോയിൽസിൻ്റെ ഡോട്ട്സിലും കറണ്ട് അറ്റ് എ ടൈം എൻട്രി ആണ് അല്ലെങ്കിൽ കറണ്ട് ഇൻകമ്മിങ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ 2 ഡോട്ട്സിൽ കൂടിയും കറണ്ട് അറ്റ് എ ടൈം ഔട്ട് ഗോയിങ് ആണെങ്കിലും ഈ 2 കണ്ടീഷനിലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി 2 കോയിൽസിൽ ഏതെങ്കിലും ഒരു കോയിലിൻ്റെ ഡോട്ടിൽ കൂടെ കറണ്ട് ഇൻകമ്മിങ്ങും സെക്കൻഡ് കോയിലിൻ്റെ ഡോട്ടിൽ നിന്ന് കറണ്ട് ഔട്ട് ഗോയിങ്ങും ആണെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ നോക്കാം. ഈ കണ്ടീഷനിൽ ഫസ്റ്റത്തെ ഡോട്ടിൽ നിന്ന് കറണ്ട് I1 ഔട്ട് ഗോയിങ് ആണ്, അതുപോലെ സെക്കൻഡ് ഡോട്ടിൽ നിന്ന് കറണ്ട് I2 ഔട്ട് ഗോയിങ് ആണെങ്കിൽ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും, +M ആയിരിക്കും മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടീഷൻ. ഇതിപ്പോൾ സീരീസ് ആയതുകൊണ്ട് ശരിക്കും നമുക്ക് I1 I2 ഒന്നും മാർക്ക് ചെയ്യേണ്ട, I എന്ന് മതി. അതുപോലെ ഇവിടെയും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടിലേക്ക്, ഇവിടെയാണ് ഒരു ഡോട്ട്, പിന്നത്തെ ഡോട്ട് ഇവിടെയാണ്. അപ്പോൾ ഫസ്റ്റ് കോയിലിൻ്റെ ഈ ഡോട്ടിലേക്ക് കറണ്ട് എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഈ ഡോട്ടിലേക്ക് എൻട്രി ചെയ്യാണ്. അത് കഴിഞ്ഞത് സീരീസ് ആയിട്ട് കയറി ഈ ഡോട്ടിലേക്കും കറണ്ട് എൻട്രി ചെയ്യാണ്. അപ്പോൾ 2 ഡോട്ടിലേക്കും കറണ്ട് അറ്റ് എ ടൈം എൻട്രി ചെയ്യാണ് ഈ കോയിൽസിൽ. സോ ഇവിടെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, അതായത് +M ആയിരിക്കും. ഇനി തേർഡ് കണ്ടീഷൻ L1 L2 ഇപ്പോൾ ഒരു ഡോട്ട് ഇവിടെയും ഒരു ഡോട്ട് ഇവിടെയാണ് സ്റ്റാർട്ടിങ്ങിലും, പിന്നെ ഈ ഡോട്ട് ഈ കോയിലിൻ്റെ എൻഡിങ് ടെർമിനലിലുമാണ്. സോ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഈ ഡോട്ടിൽ നിന്ന് എന്താണ്, ഔട്ട് ഗോയിങ് ആണ് ഫസ്റ്റ്. സെക്കൻഡ് കോയിലിലെ ഡോട്ടിലേക്ക് കറണ്ട് എന്ത് ചെയ്യാണ്, ഇൻകമ്മിങ് ആണ്. അപ്പോൾ ആദ്യത്തെ കോയിലിൽ നിന്ന് ഔട്ട് ഗോയിങ്ങും രണ്ടാമത്തെ കോയിലത്തെ ഡോട്ടിലേക്ക് അത് ഇൻകമ്മിങ്ങും ആണ്. സോ അങ്ങനെയാണെങ്കിൽ രണ്ടും ഇപ്പോൾ ഈ ഡോട്ടിനെ മാത്രം നോക്കുക, ഫസ്റ്റ് ഡോട്ടിൽ നിന്ന് ഔട്ട് ഗോയിങ് ആണ്, സെക്കൻഡ് ഡോട്ടിലേക്ക് ഇൻകമ്മിങ് ആണ്. സോ പൊളാരിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -M ആയിരിക്കും ഇതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 പോസിബിൾ കണ്ടീഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിനെ പിക്ചറൈസ് ചെയ്തത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു മ്യൂച്വലി കപ്പിൾഡ് ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഡോട്ടിൽ നിന്ന് കറണ്ട് താഴേക്ക് ലീവ് ചെയ്യാണ്, സെക്കൻഡ് ഡോട്ടിൽ നിന്നും കറണ്ട് എന്താണ്
ലീവ് ആണ്. സോ ഇത് പ്ലസ് എം ആയിരിക്കും. ഇവിടെ നിന്ന് ഫസ്റ്റ് കറണ്ടിൽ ലീവ് ആണ്, സെക്കൻഡിൽ കറണ്ട് സെക്കൻഡ് ഡോട്ടിലേക്ക് എൻട്രി ആണ്. സോ ഇത് മൈനസ് എം ആയിരിക്കും. ഇവിടെയും ഫസ്റ്റത്തെ ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുക, ഇവിടെ സെക്കൻഡ് ഡോട്ടിൽ കറണ്ട് എൻട്രി ആണ്. അപ്പോൾ ഇത് മൈനസ് എം. ഇവിടെ രണ്ട് ഡോട്ടിലേക്കും കറണ്ട് എൻട്രി ആണ്. സോ ഇത് പ്ലസ് എം. ഇതാണ് 4 കോമ്പിനേഷൻസ് ഓഫ് മ്യൂച്വലി കപ്പിൾഡ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ. ഇതാണ് ഡോട്ട് കൺവെൻഷൻ. അപ്പോൾ ഈ ഡോട്ട് കൺവെൻഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്ലസ് എം ആണോ മൈനസ് എം ആണോ പൊളാരിറ്റി വരിക എന്നൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് KVL അനാലിസിസും KCL അനാലിസിസും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഡോട്ട് കൺവെൻഷൻ നന്നായി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലംസിലേക്ക് പോവാം.